നമസ്കാരം. ഓരോ വ്യക്തികളിലും ഭാഗ്യം വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഭാഗ്യം പെട്ടെന്ന് തുണയ്ക്കുന്നതാണ്, ചിലർക്ക് പലപ്പോഴും നിർഭാഗ്യം പിന്തുടരുകയും ചെയ്യാം. നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുമോ? നിങ്ങളുടെ ഭാഗ്യം എപ്രകാരമാണ് എന്ന് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി നിങ്ങൾ ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. അതിൽ ആദ്യത്തേതായ പക്ഷി ഉപ്പനാകുന്നു, രണ്ടാമത്തേതായ പക്ഷി പരുന്താണ്. ഈ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മേൽ പരാമർശിച്ചിട്ടുള്ള രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ ഏവരും തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. പല ലക്ഷ്യങ്ങളും നിങ്ങൾക്കുണ്ട്. എന്നാൽ ഈ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. ലക്ഷ്യപ്രാപ്തിയിലേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി പല തിരിച്ചടികളും ജീവിതത്തിൽ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യം ഉള്ളതിനാൽ പല വിധത്തിലുള്ള തിരിച്ചടികളും നിങ്ങൾക്ക് ദോഷമാകേണ്ടതായ പല കാര്യങ്ങളും അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക തിരിച്ചടികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ഭാഗ്യം തുണയ്ക്കുന്നതാണ്. കാരണം പ്രധാനമായും നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ തർക്കങ്ങളോ അല്ലെങ്കിൽ ചില അസ്വാരസ്യങ്ങളോ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നടക്കണം എന്നില്ല. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ക്രമേണ ഒഴിവാക്കുവാൻ സാധിക്കും. ബന്ധങ്ങളിൽ പലപ്പോഴും വിള്ളൽ സംഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടുമുണ്ടാകാം. എന്നാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുകയും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നതിനാൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കാവുന്നതുമാണ്. പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും എന്നാൽ വിചാരിച്ചതായ ഫലം ലഭിക്കാത്തവരുമാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും. ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായ ആ കാര്യങ്ങൾ, സൂക്ഷ്മതയോടെ കൊണ്ടുപോകുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കലാമേഖലകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങൾ അർഹിക്കുന്നതായ പരിഗണന ലഭിക്കാത്തതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അതിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. കലാമേഖലകളിലൂടെ ഉയർച്ച നേടുവാൻ സാധിക്കും. അംഗീകാരങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പലപ്പോഴും പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് വിചാരിക്കുന്നതിനേക്കാൾ അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും കൂടുതലായും ഇത്തരം സംഭവിക്കണം എന്നില്ല. അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സഹായം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പലരും ചതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതിനാൽ ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കുകയും പിന്നീട് അത് നിങ്ങൾക്ക് ഗുണമായി ഭവിക്കുകയും ചെയ്യാം. കാരണം പല ചതികളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരുമായി ബന്ധപ്പെട്ട ചില ശത്രുതകൾ അല്ലെങ്കിൽ ചില തർക്കങ്ങൾ, വിഷമങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാലോ സംഭവിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ഒരു പരിധി വരെ തടസ്സപ്പെടുത്തുവാൻ സാധിക്കും. കാരണം
ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് ദോഷകരമാകുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ മേഖലയിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യം വന്നു ചേരും. അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ആനുകൂല്യങ്ങൾ നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ദൃഷ്ടിദോഷ സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാനുള്ള സാധ്യതകളും തുലവും കൂടുതൽ തന്നെയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും അത് പ്രകടമാവുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചിത്രമായ പരുന്തിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിർഭാഗ്യം വേട്ടയാടുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും കയ്യെത്തും ദൂരത്തു നിന്നും നഷ്ടമാകുന്നതായ സാഹചര്യം, പലപ്പോഴും തിരിച്ചടികൾ വന്ന് ചേരുന്നതായ സാഹചര്യം, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യവും, മറ്റുള്ളവർ ചെയ്യുന്നത് മൂലം അവർക്ക് ഉയർച്ചയോ സൗഭാഗ്യങ്ങളോ തേടിയെത്തുന്നതായ സാഹചര്യം, ഇത്തരത്തിൽ പല കാര്യങ്ങളിലും തടസ്സങ്ങളാൽ മുന്നോട്ട് പോകാതെ അല്ലെങ്കിൽ തടസ്സങ്ങളാൽ പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ദിവസങ്ങളാണ് നിങ്ങൾക്ക് മുൻപിലുള്ളത്. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്ന് ചേരാൻ സാധ്യത കൂടുതലാണ്. പല കാര്യങ്ങളിലും നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുവാൻ ആരംഭിക്കും. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. പ്രധാനമായും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. ശ്രമിച്ചിട്ടും അനുകൂലമായ വിവാഹം ലഭിക്കാത്ത അല്ലെങ്കിൽ വിവാഹാലോചനകൾ വരാത്തതായ വ്യക്തികളുണ്ട് എങ്കിൽ അവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങാവുന്നതാണ്. അനുകൂലം എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുള്ള ചില ആലോചനകൾ കടന്നു വരാം. തൊഴിൽ സംബന്ധമായും പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. തൊഴിൽപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുവാൻ സാധ്യത കൂടുതലുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. ജോലി മാറാനുള്ള ചിന്തകൾ വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമാകുന്ന ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകളോ കൂടുതലാണ്. ശ്രമങ്ങൾ വിജയം കാണും എന്നതാണ് വാസ്തവം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത് തൊഴിൽപരമാണ് എങ്കിലും കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. ചില വ്യക്തികളുടെ സഹായം, ഉപദേശം ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം വസ്തു, ഭൂമി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ലാഭം അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ, വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ വാഹനമാണ് എങ്കിലും സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ നിങ്ങളിൽ വർദ്ധിക്കാവുന്നതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരുക. കൂടാതെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ നിങ്ങളിൽ നിന്നും അകലുവാനുള്ള സാധ്യതകൾ തുലവും കൂടുതലാണ്. ആഗ്രഹങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങൾ, ആഗ്രഹ സാഫല്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കാം. കൂടാതെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരും. സഹോദരങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രതിസന്ധിയിൽ പലവിധ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് എങ്കിലും അത് രമ്യതയിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരാം. വളരെ കാലമായി ശ്രമിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തന്നെ ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാം. മത്സര പരീക്ഷകളിൽ പോലും ഉയർന്ന വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ആത്മധൈര്യത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ബഹുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. അതായത് മറ്റുള്ളവർക്ക് നിങ്ങളോട് ബഹുമാനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരുകയോ ചെയ്യാം. ഇത്തരത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നതായ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഭാഗ്യം പല കാര്യങ്ങളിലും നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യും.